ഈ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്തോ തെറ്റ്. 1.5 കോടി രൂപ ഗവൺമെന്റിന്റെ പണം കൊടുക്കുന്നു. അത് നമ്മുടെ പണമാണ്, ജനങ്ങളുടെ പണമാണ്. 1.5 കോടി രൂപ കൊടുക്കുന്ന ഒരു വ്യക്തി അതിന് അർഹനാണോ അല്ലെ അർഹയാണോ എന്ന് പരിശോധിക്കുന്നത് തെറ്റാണ്. വെറുതെ 1.5 കോടി അങ്ങ് എടുത്ത് കൊടുക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അവർക്കൊരു ട്രെയിനിങ് കൊടുക്കണം. പോലെ എന്താ തെറ്റ്? ഒരു മാസത്തെയോ അല്ലെ 2 മാസത്തെയോ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പടമെടുക്കാൻ അവരെ നിയോഗിക്കണമെന്ന് പറയുന്നത് എന്താ തെറ്റുള്ളത്? അതിപ്പോൾ ദളിത് വിഭാഗത്തിനോ അല്ലെങ്കിൽ വനിതകൾക്കോ മാത്രമല്ല ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചത്. അത് ഗോപാലകൃഷ്ണൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഏത് സിനിമ എടുക്കുന്നതിന് മുമ്പ് ആ സിനിമ എടുക്കാൻ വരുന്ന ആളിന് സിനിമയെ പറ്റി എന്തെങ്കിലും അറിയാവുമെന്ന് പരിശോധിക്കണം. അല്ല ഏത് ചുമ്മാ വെറുതെ വഴിയാടുന്ന പോലെ ഇപ്പം മൊബൈലിൽ ഇപ്പം 10 വയസ്സുള്ള കുട്ടി മൊബൈലിൽ ഷൂട്ട് ചെയ്യും. അത് സിനിമയാണോ? ഇത് കളിയാണോ? അത് ഒരു ക്യാമറ ഒരു കളിപ്പാട്ടമല്ല. അപ്പോൾ സിനിമയെക്കുറിച്ച് അറിവുള്ള ആളുകളായിരിക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് പഠിപ്പിക്കണം അവരെ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അതുകൊണ്ട് ദളിത് ചെറുതാക്കി അല്ലെങ്കിൽ സ്ത്രീകളെ ചെറുതാക്കി എവിടെ എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷേ അടൂർ പറഞ്ഞത് ദളിതരും അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലുള്ള ആളുകളും സ്ത്രീകൾക്കും പ്രത്യേക പരിശീലനം നൽകണം എന്ന് മാത്രമാണ്. അപ്പോ സാറ് പറഞ്ഞതുപോലെ എല്ലാവർക്കും എന്നല്ല അടൂർ എന്ന് പ്രസംഗിച്ചത്. അത് നിങ്ങൾ വരികൾക്കിടയിൽ വായിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ഒരു വ്യക്തി സിനിമാ രംഗത്ത് അങ്ങനെ വളരെ വലിയ ആളാണ്. അത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല. എനിക്ക് ജെ.സി. ഡാനിൽ അവാർഡ് കിട്ടിയ അദ്ദേഹത്തിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയാണ്. ലോകത്ത് ജീവിച്ചിരിക്കുന്ന ചലച്ചിത്രകാരന്മാരിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ അവരാരായാലും ആ പ്രസംഗം തടസ്സപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുന്നത് തെറ്റാണ്, മര്യാദയോടാണ്. പക്ഷെ എത്ര വലിയ ആളാണെങ്കിലും എന്തും പറയാമെന്ന് പറഞ്ഞില്ല. എന്ത് പറഞ്ഞത്? പഠിപ്പിക്കണമെന്ന് പറഞ്ഞത് തെറ്റാണ്. നിങ്ങൾ പറയുന്ന അർത്ഥമില്ല. നിങ്ങൾ പറയുന്നത് ചുമ്മാ ഒരു നിങ്ങൾ വൺ സൈഡായിട്ട് സംസാരിക്കുക, ഒരു ഏകപക്ഷീയമായി സംസാരിക്കുക. അതായത് 4 ഘട്ട സ്ക്രീനിങ്ങുകൾ നടത്തിയിട്ടാണ് സ്ത്രീകൾക്കും ദളിതർക്കും ഈ പണം അനുവദിക്കുന്നത്. അപ്പോൾ അവർക്ക് പിന്നെ അവിടെ മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു ഇൻസെന്റീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് കൊടുക്കണമെന്ന് പറയുന്നത് അത് അറിവില്ലായ്മയുടെ ഭാഗമല്ലേ? ഒരിക്കലും അല്ല. നിങ്ങൾ പറയുന്ന അറിവില്ലായ്മ. കാരണം സിനിമ എന്താ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് സിനിമ എന്ന് പറയുന്നത് പ്രഭാഷണമല്ല. സാറേ ഒരു 1.5 കോടി രൂപ ഒരു സംവിധായകന് അല്ലെങ്കിൽ ഒരു സിനിമാ മേഖലയിൽ നിൽക്കുന്ന ആൾക്ക് സർക്കാർ വെറുതെ അങ്ങ് കൊടുക്കുമെന്ന് നമുക്ക് കരുതാൻ പറ്റുമോ? അവർ അതിന് ക്വാളിഫൈഡ് ആണ് എന്ന് മനസ്സിലാക്കി. ഒരു കാര്യം നിങ്ങൾക്കറിയാവോ? കഴിഞ്ഞ സഖാവ് പിണറായിയുടെ കഴിഞ്ഞ ഭരണകാലത്ത് സഖാവ് A.K. ബാലൻ സാംസ്കാരിക ഉപമന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ തീരുമാനം ഉണ്ടാകുന്നത്. അതാദ്യം മനസ്സിലാക്കുക. ആ തീരുമാനമെടുക്കുമ്പോൾ അദ്ദേഹം ഡിസ്കസ് ചെയ്ത വ്യക്തികൾ ഒരാൾ അടൂർ ഗോപാലകൃഷ്ണനാണ്. അത് അടൂർ ഗോപാലകൃഷ്ണൻ കൂടെ ചേർന്ന ഈ ആശയം കൊണ്ടുവന്നിരിക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ എല്ലാ വിവരങ്ങളും അറിയാതെ ഒരു കാര്യത്തിൽ ഇടപെടരുത്. നിങ്ങൾ മീഡിയ, എന്നെ സംബന്ധിച്ചോളം പറഞ്ഞു മീഡിയയായി ഇത് വഷളാക്കിയത്. ശരിക്കും പറഞ്ഞു അവരുടെ വേദന കൂടി പറയാം. കാരണം അടൂർ ഗോപാലകൃഷ്ണൻ ദളിതയും വനിതകളെ അപമാനിച്ചു. അദ്ദേഹം എവിടെ അപമാനിച്ചു? അങ്ങനെ പറഞ്ഞ് നിങ്ങളാണ് ആദ്യം ഇതിന് തിരികൊളുത്തുന്നത്. വളരെ തെറ്റാണ് നിങ്ങളുടെ ഈ പോക്ക്. തുറന്നു പറയാണ്, വളരെ തെറ്റാണ്. പറഞ്ഞതല്ല കുഴപ്പം, റിപ്പോർട്ട് ചെയ്താൽ തെറ്റായിട്ടാണ് റിപ്പോർട്ട് ചെയ്തത്. അത് അപമാനം. നിങ്ങൾ കൂടുതൽ പറഞ്ഞോട് തർക്കിക്കണ്ട. തെറ്റായിട്ടോ നിങ്ങൾ മര്യാദയ്ക്ക് സംസാരിക്കാത്ത അത് നിങ്ങൾ പറയാൻ പഠിക്കുക. പത്രക്കാരെന്ന് പറഞ്ഞാൽ എന്ത് പോക്കൃത്തരം കാണിയാൽ വിചാരിക്കുന്നത്. സാറ് ഇപ്പം പറഞ്ഞു വരുന്നത് നിലവിലുള്ള ഈ ക്രൈറ്റീരിയ, അതായത് പൈസ കൊടുത്തിട്ട് അത് പോലെ എന്നാണോ?
അത് അടൂർ ഗോപാലകൃഷ്ണനെ പറഞ്ഞ ഞാനല്ല അല്ല ആ അഭിപ്രായം പറയുന്നതിൽ ന്യായപരം എനിക്ക് തോന്നുന്നു. എനിക്ക് നിങ്ങളുടെ നാവിലൂടെ സംസാരിക്കാൻ പറ്റുമോ? എനിക്ക് എന്റെ നാവ് കൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ, എന്റെ മനസ്സുകൊണ്ടല്ലേ സംസാരിക്കാൻ പറ്റൂ. ഒരു കാര്യം ഞാൻ വളരെ വ്യക്തമായി പറയാം. ഇങ്ങനെ എടുത്ത 4 പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. 4 പടങ്ങൾ. ഒരു പടം കണ്ടിട്ടും ഒരു പടത്തിലും 1.5 കോടി രൂപ മുടക്കിയത് എനിക്ക് തോന്നിയില്ല. ഞാൻ വളരെ തുറന്നു പറയും. കാരണം ഇത് ആരെയും അതവര് പണം മോഷ്ടിച്ചോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ തിരിമറി നടത്തിയോ എന്നൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. ആ ചിത്രം കണ്ടാൽ ഒരു 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് തോന്നുന്നില്ല. എന്നറിയോ, 26 പടം വെറുതെ വർത്തമാനം പറയല്ല. 26 പടം സ്വന്തം പൈസ കൊണ്ട് കടമങ്ങിയ പൈസ കൊണ്ട് നിർമ്മിച്ച പ്രൊഡ്യൂസറാണ്. അടൂർ ബാലകൃഷ്ണൻ സ്വന്തം 26 പടം നിർമ്മിച്ചിട്ടുണ്ട്. ഞാൻ 26 സിനിമ നിർമ്മിച്ചവനാണ്. ഫീച്ചർ ഫിലിം 42 ഡോക്യുമെന്ററി നിർമ്മിച്ചവനാണ്. എനിക്കറിയാം ഒരു പടം കണ്ടാൽ എത്ര രൂപ കോസ്റ്റ് ആയിട്ടാണെന്ന്. പക്ഷെ 1.5 കോടി രൂപ വില 1.5 കോടി മുടക്കിയ ഒരു പടമാണെന്ന് ഈ അങ്ങോട്ട് 4 പടത്ത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയില്ല. ഇല്ല, ഒരിക്കലും എനിക്ക് തോന്നിയില്ല. സത്യമല്ല. കാരണം ഞാനൊരു സാധാരണ വഴി നടക്കുന്ന വഴിപോക്കല്ലോ. എന്റെ 60ാമത്തെ കൊല്ലം ആ സിനിമയിൽ, 60th ഇയർ ആ സിനിമയിൽ. ഒരിക്കലും അല്ല. മന്ത്രി പറയാം, മന്ത്രി പിന്നെ 1.5 രൂപ കൊടുത്തു പോയി മോശമെന്ന് പറയും. അപ്പൊ താങ്കൾ ഈ ദളിതരെയും സ്ത്രീകൾക്ക് ഇത്തരത്തിലുള്ള ഇൻസെന്റീവ് ഇത്തരത്തിലുള്ള ഒരു സഹായം കൊടുക്കുന്നതിന് എതിരല്ല. സഹായം തീർച്ചയായിട്ടും കൊടുക്കണം. കുറെ കൂടെ 3 കോടി കൊടുക്കാം. എന്താ സംഭവിക്കുന്നത്? എന്തുകൊണ്ടാണ് ഈ 1.5 കോടി മുടക്കി എന്നെനിക്ക് തോന്നാത്തതെന്ന് ചോദിച്ചാൽ അത് പരിചയക്കുറവ്. അടൂർ അന്ന് ആ വിമർശനം ഉന്നയിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പുഷ്പാവതി എന്ന് പറയുന്ന ചലച്ചിത്ര പിന്നണി രംഗത്തുള്ള ഒരാളുടെ ഒരു പ്രതിഷേധം കണ്ടു. അവരെ വളരെയധികം മോശമാക്കുന്ന തരത്തിലാണ് അടൂര് പിന്നീട് പറഞ്ഞത്. അതിനോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, അവര് ആരാണെന്ന് എനിക്ക് ലോകോത്തര ബുദ്ധിമതിയോ ഭാവനാശാലിയോ ആയിരിക്കാം. പക്ഷേ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ആൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രസംഗം തീരുന്ന പ്രസംഗത്തിന് ഇടയിൽ കയറി അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അറിവില്ലായ്മയാണ്. അവർക്ക് സംസാരിക്കാം. അവര് അടൂർ ഗോപാലകൃഷ്ണൻ പ്രസംഗം കഴിഞ്ഞിട്ട് എനിക്ക് സംസാരിക്കാം, എനിക്ക് എതിർപ്പുണ്ട് അങ്ങ് പറഞ്ഞത് എന്ന് പറയാം, അത് ന്യായമാണ്. പക്ഷേ ഇതുപോലൊരു വ്യക്തി പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇടയിൽ കയറി എഴുന്നേറ്റ് നാൾ പറഞ്ഞു അത് ചുമ്മാ ആളാകാനൊരു വേല, അത്രയേ ഉള്ളൂ. അത് ആളായില്ല. അപ്പൊ എല്ലാവരും അറിഞ്ഞില്ലേ അവരാരാണെന്നുള്ളത്? അതുവരെ ആർക്കറിയാം? എനിക്കറിയില്ലായിരുന്നു. ഒരു റെയിൽവേ സ്റ്റേഷനിൽ എനിക്കെന്ന് പറയുന്നത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു സ്ത്രീ എൻ്റെ അടുത്ത് വന്ന്, സാർ എനിക്കൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ആരാ നിങ്ങളാരാ? സാർ ഞാൻ പുഷ്പവതിയാണ്. അപ്പം എനിക്കറിയില്ല പുഷ്പവതി ആരാണ്. തുള്ള കാര്യം തുറന്ന് പറയാം, എൻ്റെ അറിവില്ലായ്മയായിരിക്കാം. അപ്പം എൻ്റെ കൂടെ എൻ്റെ ബന്ധുവായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ പറഞ്ഞു, സാർ ഇത് പുഷ്പവതി എന്ന് പറഞ്ഞു നാടൻ പാട്ട് പാടുന്ന ആളാണ്. ഒരു ഫോട്ടോ എടുത്തു. ഞാൻ ഒരു ഫോട്ടോ എടുത്തു, 2 ഫോട്ടോ എടുത്തു. ഇതാണ് എനിക്ക് പുഷ്പവതിയെക്കുറിച്ചൊരു കാര്യം. 10-30 അല്ലാതെ ഇവരുടെ പാട്ടൊന്നും ഞാൻ കേട്ടിട്ടില്ല. 10-30 വർഷമായി ചലച്ചിത്ര മേഖലയിലുള്ള പുഷ്പവതി ഗാന മേഖലയിൽ എനിക്കറിയില്ല. ആ പുഷ്പവതിയെ അറിയാത്തത് പുഷ്പവതിയുടെ കുഴപ്പമാണോ അറിയാത്തത് നമ്മളുടെ കുഴപ്പമാണോ എന്നതാണ് നമ്മൾ ചിന്തിക്കുന്നത്. നിങ്ങളൊക്കെ ചിന്തിച്ചോളൂ. എനിക്കറിയില്ലായിരുന്നു, സത്യമാണ്. എന്റെ സത്യം പറയാതിരിക്കാൻ നോക്കില്ല. എനിക്ക് ഇപ്പോഴും അവരെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞുകൂടാ. പിന്നെ നമ്മുടെ നാട്ടില് സംഗീത അക്കാദമിയുടെയും സാഹിത്യ അക്കാദമിയുടെയൊക്കെ തലപ്പത്ത് ആര് വരുമെന്ന് ചോദിച്ചാൽ അതിനകത്ത് വളരെ രസകരമാണ് എനിക്ക് ചിന്തിക്കാൻ. കാരണം ഭരിക്കുന്ന കക്ഷി ഏതാണോ ആ കക്ഷിയിലുള്ളത്. അല്ലെ ഭരിക്കുന്ന കക്ഷി കക്ഷി ഭരണമാണെങ്കിൽ ഓരോരുത്തർ വീതിച്ചു കൊടുക്കും. പ്രസിഡന്റ് ഒരാൾക്ക്, സെക്രട്ടറി വേറൊരാൾക്ക്, വൈസ് പ്രസിഡന്റ് വേറൊരാൾക്ക്. അങ്ങനെ നമ്മുടെ നാട്ടിൽ നടക്കുന്നതല്ലേ. ഇതൊന്നും വ്യാജ ആരോപണമല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതൊന്നും ഒരു സംഗീത അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞുകൊണ്ടൊന്നും അവർ സംഗീത വീഴ്ചയോ അല്ലെങ്കിൽ സംഗീത പാരംഗതയോ ഒന്നാണെന്ന് ഞാൻ പറയില്ല. പിന്നെ സിനിമയിൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമയില് പിന്നെ പാട്ടുകൾ മസ്റ്റല്ല. ഞാൻ പാട്ട് എഴുതുകാരനാണ്, പക്ഷെ സിനിമയിൽ പാട്ട് മസ്റ്റല്ല. സിനിമയ്ക്ക് പാട്ട് വേണമെന്നില്ല. ലോക സിനിമയിൽ പാട്ടില്ല. നമ്മുടെ ഇന്ത്യൻ സിനിമയിലും പിന്നെ
മറ്റേ അപൂർവമായിട്ട് അമേരിക്കൻ ഹോളിവുഡ് സിനിമ എങ്ങനെ മ്യൂസിക്കൽസ് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അല്ലാതെ എല്ലാ സിനിമയിലും കയറി പാട്ടുകളില്ല. അപ്പോൾ പാട്ടുകൾ എന്ന് പറയുന്നത് ചലച്ചിത്ര സിനിമയുടെ ഒരു ഭാഗമാകണം നിർബന്ധമില്ല. അതുകൊണ്ട് പിന്നെ അടൂർഗോപാലകൃഷ്ണൻ ഒരിക്കലും പാട്ട് വേണ്ട എന്നോ പറയുന്ന അടൂർഗോപാലകൃഷ്ണൻ ഒരു സിനിമയിലും പാടില്ല. ഈ അടൂര് ആ പ്രസംഗത്തിനിടയിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, അതായത് ഈ ചാലയിലെ തൊഴിലാളികൾ തിരക്കി വരുന്നുണ്ട്. മുമ്പ് പൈസ ഇല്ലാതിരുന്ന സമയത്ത് IFFKക്ക് അവർ സെക്സ് സീൻ കാണുന്നതിന് വേണ്ടി വരുന്നതാണ്. ഒരു വിഭാഗത്തെ ആ തരത്തിൽ മോശമായി സംസാരിക്കുകയല്ലേ? അങ്ങനെയല്ല, ചാലയിലെ തൊഴിലാളികൾ മാത്രമല്ല, ഒരുപാട് പേര് സെക്സ് കാണാൻ വേണ്ടി മാത്രം ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അത് സത്യമാണ്, എന്തെങ്കിലും നിഷേധിക്കുന്നത്. കാരണം അത് ഒരുപാട് അങ്ങനെയുള്ള രംഗങ്ങളുള്ള പടത്തിന് ഭയങ്കരമായ ആൾക്കൂട്ടം വരികയും ബഹളം ഉണ്ടാക്കുകയും ചെയ്യും. അത് അപ്പോൾ ഫോറിൻ ഫിലിംസ് മാത്രമേ അന്നിങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വിഷമിക്കാണ്ട് ഇന്ത്യൻ സിനിമയിലും ഉണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഇന്ത്യൻ സിനിമയിലും ഇപ്പോൾ ആവശ്യത്തിനുണ്ട്. അതുകൊണ്ട് അപ്പൊ ഇപ്പൊ അത്തരക്കാരുടെ വരവില്ലെന്നാണോ? കുറവാണ്. എത്ര ലൈംഗിക ദാരിദ്ര്യം ഉള്ളവരാണ് മലയാളികൾ? സംശയമുണ്ട്, ഒരു സംശയമുണ്ട്. മൂല്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. നിങ്ങൾ എന്റെ വായി കൊണ്ടുവന്ന വാക്കുകളിടരുത്. ആദ്യം മര്യാദ സംസാരിക്കും. നിങ്ങൾ മര്യാദ പഠിക്കാതെ. ഞാനിവിടെ പറഞ്ഞത് മൂല്യമില്ലെന്ന് അല്ല. നിങ്ങൾ വേറൊരു പുഷ്പവതിയാവാതെ. ഇത്തരം പുഷ്പവതി അംഗീകരിക്കാൻ എനിക്ക് സാധ്യമല്ല. തുറന്നു പറയാം, എനിക്ക് സംസാരിക്കാതിരിക്കാം. ഇപ്പൊ സംസാരം നിർത്താമല്ലോ. നിങ്ങൾ ബലം പ്രയോഗിച്ച് എന്നെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമോ? ഇവിടെ ഞാൻ സംസാരം നിർത്തുന്നു, തീർന്നില്ലേ? താങ്കളുടെ ഒരു പരാമർശം ഉണ്ടായിരുന്നു, ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ട് എവിടെ പോയി. പക്ഷെ മന്ത്രി അവിടെ വെച്ച് മറുപടിയും തന്നിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കോൺക്ലേവ് അടക്കം നടന്നതാണ്. ആ സ്റ്റാൻഡിൽ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് താങ്കളുടെ പരാമർശത്തിൽ? സംശയം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരാത്തതിന് കാരണം എല്ലാവർക്കും അറിയാം. കാരണം ആരോപണം നടത്തിയവർ തന്നെ ആരോപണം പിൻവലിച്ചു. ആരോപണം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പിൻവലിച്ചു? ആ ചോദ്യം. ഭയം കൊണ്ട് പിൻവലിച്ചു. ഒരിക്കലില്ല. ഒരു പ്രയോജനം. ഇപ്പൊ കോൺക്ലേവ് നടത്തിയെന്ന് പറഞ്ഞാൽ കോൺക്ലേവ് അല്ലാതെ നടത്തുകയില്ല. പിന്നെ ഈ കോൺക്ലേവ് നടത്തിയാൽ ഒരു കാര്യം മനസ്സിലാക്കുക, സിനിമാ വ്യവസായത്തെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധ്യമല്ല. ഇത് 60-ാം വർഷത്തിൽ സിനിമയിൽ ജീവിക്കുന്ന ഒരാളാണ് പറയുന്നത്. ഞാൻ ഫിലിം ഇൻഡസ്ട്രി ട്രൈ ചെയ്തു. ഞങ്ങൾ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ഉണ്ടാക്കി. ആ സെൽഫ് റെഗുലേഷൻ കൗൺസിൽ ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. സെൻസർ സർട്ടിഫിക്കറ്റ് അനുസരിച്ച് സെൻസർ പട്ടികയിലെ ഡേറ്റ് അനുസരിച്ച് വേണം പടം റിലീസ് ചെയ്യാൻ തീരുമാനിച്ചു. 77 കാലത്ത് 1977 ആ സെൽഫ് റെഗുലേഷൻ കൗൺസിലും ആക്ഷൻ കമ്മിറ്റിയിലും അംഗമായിരുന്നു ഞാൻ. അത് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന ആക്ഷൻ കമ്മിറ്റി 3 പേര്. ആ 3 പേര് 37-ാമത്തെ വയസ്സിൽ ഞാൻ ഇതിനായിരുന്നു ഒരാളായിരുന്നു ഞാൻ. എൻ്റെ സിനിമയെക്കുറിച്ച് ചുമ്മാ വർത്താനം പറയല്ല. ആ ആക്ഷൻ കമ്മിറ്റി 3 അംഗങ്ങളിൽ ഒരാൾ ഞാനായിരുന്നു. ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയാണ് തിയേറ്റർ ഒരു ആഴ്ചയിൽ ഒരു സിനിമ റിലീസ് ചെയ്യാൻ പാടുള്ളൂ. അത് സെൻസർ ചെയ്ത ഡേറ്റ് അനുസരിച്ച് ആദ്യം സെൻസർ ചെയ്ത പടം ആദ്യം പോകും. ആ കണക്കിൽ അത് പരാജയപ്പെട്ടു. കാരണം അതിന് ആരും തയ്യാറാവും. ഇത് കോടികൾ, കോടികൾ, അന്ന് ലക്ഷങ്ങളാണ്, ഇന്നിപ്പോൾ കോടികൾ മുടക്കുന്ന ഒരു വ്യവസായത്തിൽ ഒരു നിയന്ത്രണത്തിനും സ്ഥാനമില്ല. ഞാൻ ജനങ്ങളെ പടം ഓടിക്കുന്ന ഓർഡർ പോയില്ലും തീരുമാനിക്കുന്നത് ഗവൺമെന്റ് അല്ല, ജനങ്ങളാണ്. അതാ ഫസ്റ്റ് പ്രശ്നമാണ്. 3 മാസം കൊണ്ട് വരാൻ പോകുന്ന സിനിമാ നയ രൂപീകരണം അതൊരു പരാജയമായിരിക്കും എന്നാണ് പറയുന്നത്. ഏത് സിനിമാ നയം ഇപ്പോൾ സർക്കാർ രൂപീകരിക്കുന്നുണ്ടല്ലോ, അതൊരു പരാജയം? ഞാൻ പറഞ്ഞില്ല, ശ്രമങ്ങൾ വേണ്ടല്ലോ. പക്ഷെ വലിയ സ്വപ്നമൊന്നും വേണ്ട. കാരണം എന്റെ അനുഭവം ഞാൻ പറയുന്നു. പ്രേം നസീറിന്റെ മകൻ മരിച്ചിട്ടുണ്ട്. വളരെ ദുഃഖകരമായ അദ്ദേഹം സുഖമില്ലാതിരിക്കായിരുന്നു കുറച്ച് നാളായിട്ട്. അത് ഷാനവാസിന്റെ എൻ്റെ അഭിനയ ജീവിതത്തിൽ എനിക്കൊരു നല്ല പങ്കുണ്ട്. കാരണം എൻ്റെ ഏറ്റവും മികച്ച സിനിമ ഗാനത്തിൽ ഷാനവാസ് അഭിനയിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ അഭിനയ ജീവിതത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു വേഷം അതാണ്. ഗാനത്തിൽ അംബരീഷിന്റെ മകനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ
എനിക്ക് കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ആളാണ്. എനിക്ക് വിഷമം, പക്ഷെ അതേ അസുഖമായിരുന്നു. അപ്പോൾ മരിക്കാൻ സാധ്യമാണെന്ന് അറിയാമായിരുന്നു. കേരളത്തിന്റെ പാരമ്പര്യം നല്ലൊരു തുടക്കം ഒക്കെ കിട്ടിയിട്ടും എന്തുകൊണ്ടോ ശ്രദ്ധിക്കപ്പെടാതെ എന്താണ് സിനിമ? അത് എല്ലാ മക്കളും ഉച്ചയെപ്പോയി പ്രശസ്തരാണെന്ന് പറഞ്ഞു നടക്കുള്ളൂ. ചരിത്രത്തിൽ എങ്ങനെയുണ്ടോ? സത്യം മാസ്റ്റർ മക്കളെ സത്യം മാസ്റ്റർ പോലെ അത് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് ശരിയല്ല. കാരണം ഈ പ്രതിഭാശാലികൾ സംഭവിക്കുകയാണ്. അതുകൊണ്ട് അച്ഛൻ പ്രതിഭാശാലിയാണ്, മകനും പ്രതിഭാശാലിയാണ്. ഈ പ്രതിഭാശാലി ആണെങ്കിൽ തന്നെ അതുപോലെ പ്രശസ്തനാകണം എന്ന് പറഞ്ഞ് നടക്കില്ല. ഇപ്പം അഭിലാഷ് ബച്ചനും അഭിനയിക്കും, പക്ഷെ അഭിലാഷ് ബച്ചൻ അമിതാഭ് ബച്ചനായോ? അപ്പം അതുകൊണ്ട് ഒരു അഭിലാഷ് ബച്ചൻ മോശമാണെന്ന് അർത്ഥമില്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ അഭിനയിച്ചു, അമിതാഭിന്റെ കാലഘട്ടത്തിൽ അഭിനയിച്ചു.